ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലത്തീഫത്തുൻ, ഇതൊരു പെട്ടെന്നാർക്കും മനസ്സിലാകാത്ത ഒരു ലത്തീഫായി നിൽക്കുന്ന ഒരു മസ്അല, നിഗൂഢമായിട്ട്. ആദിഹിൻ നല്ലായിറും, നമ്മളിവിടെ ചർച്ച ചെയ്ത് കുറെ നദീർ മസ്അലകളുണ്ടല്ലോ. ഈ നല്ലായിർ ഫിൽ അറബിയ്യ, അറബി ഭാഷ നോക്കിയാലും കിട്ടും അതുപോലത്തത്. വയഹ്ദുറുനി മിൻഹ, അറബി ഭാഷയിൽ നിന്ന് അതിനോട് തുലനമായി നിൽക്കുന്നതിൽ നിന്ന് എനിക്ക് സന്നിഹിതമായി മസ്അലത്തുൻ, ഒരു മസ്അല. എവിടെയുള്ള മസ്അല? ഫീ ബാബി മാലാ യൻസരിഫു, ഗൈറു മുൻസരിഫിലുള്ള ഒരു മസ്അലയാണ്. എന്താണെന്ന് നോക്കുക, ആലോചിച്ച് നോക്കുമ്പോൾ ഹുവ, ആ സംഭവം അന്ന ഫഅലാന എന്നുള്ളതാണ്. അൽ വസ്ഫു, ഫഅലാന വസ്ഫാണ്. അങ്ങനെ വരുമ്പോൾ ഹൽ യുസ്തറത്തു ഫീ മൻഇ സുർഫിഹി വുജൂദു ഫഅലാന എന്നത് ഗൈറു മുൻസരിഫ് ആവണമെങ്കിൽ അതിൽ ഫഅല എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവാൻ ഷർത്തുണ്ടോ? അല്ലെങ്കിൽ അവിഷർത്തു ഇന്തിഫാ ഫഅലാന, അല്ലെങ്കിൽ ഫഅലാന ഇല്ലാതിരിക്കൽ ഷർത്താണോ? ഇതാണ് ഇപ്പൊ നദീർ അറബി ഭാഷയിൽ. ഖൗലാനി, അവിടെ രണ്ട് ഖൗലുണ്ട്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അസഹുഹുമ അസാനി, രണ്ടിൽ അസഹ് സാനി രണ്ടാമത്തേതാ. അതായത് ഫഅലാന എന്നുള്ളത് ഇല്ലാതിരിക്കില്ല. അപ്പൊ ഫഅലൽ അവ്വലി, ഫഅല എന്ന് ഉണ്ടാവലാണല്ലോ ആദ്യം പറഞ്ഞത്. ഫഅലാന ഗൈറു മുൻസരിഫ് ആവണമെങ്കിൽ ആ അഭിപ്രായം അനുസരിച്ച് വന്നാൽ യുസ്റഫു ലഹു റഹ്മാന ലഹിയാന, റഹ്മാൻ ലഹിയാൻ, ഇത് രണ്ടും പോലത്തത് എന്താകും? പിന്നെ ഗൈറു മുൻസരിഫ് ആവല മുൻസരിഫാവും. എന്തുകൊണ്ട്? അവിടെ ഫഅല എന്നുള്ള ഇല്ലല്ലോ, അതുകൊണ്ടാണ്. വഅലസാനി, ഫഅലാന എന്നത് ഇല്ലാതാണെന്നല്ല. അങ്ങനെ വരുമ്പോ പിന്നെ അല്ല, അത് മുൻസരിഫ് ആവുകയില്ല, അപ്പോൾ ഒരു മുൻസരിഫ് ആവുകയുള്ളൂ. ഇങ്ങനെയാണ് ലത്തീഫായത് കിട്ടിയത്. ഇനി ഒരു തൻബീഹുണ്ട്. ഇഷ്തമലത്ത് ഖായിദത്തു അൽ ഉമൂറു മഖാസിദിഹ, കാര്യങ്ങളൊക്കെ അതിന്റെ ഉദ്ദിഷ്ട ഫലം എങ്ങനെയാണോ അതുപോലെയായിരിക്കുമല്ലേ, അതിന്റെ ഉദ്ദേശ ഫലങ്ങൾ കൊണ്ടായിരിക്കും കാര്യങ്ങൾ എന്നാണ്. ഇതൊരു കായികയാണ്. ഈ കായിക ചുറ്റിയിരിക്കുന്നു അല ഇദ്ദത്ത് ഖവായിദ, ഒരുപാട് കായികകളുടെ മേൽ ചുറ്റിയിട്ടുണ്ട്. കമാ തബയ്യന ദാലിക, അതുകൾ വ്യക്തമായതുപോലെ മസ്റൂഹൻ, വിശദീകരിക്കപ്പെട്ടതായിട്ട് ബയാൻ ചെയ്തതായിട്ട് വ്യക്തമായല്ലോ. വഖദ് അതൈന, നിശ്ചയം നമ്മൾ കൊണ്ടുവരികയും ചെയ്തു. അലാ ഉയൂനി മസാഇലിഹ, അവകൾക്കുള്ള മസ്അലകൾ അയിനെന്താണോ അത് നമ്മൾ കൊണ്ടുവരികയും ചെയ്തിട്ടുമുണ്ട്. ഇല്ല, അങ്ങനെയില്ല, വിശദീകരിക്കപ്പെടാതിരിക്കുകയാണ് എങ്കിൽ ഫമസായിലുഹ, അപ്പൊ പിന്നെ കായ മസ്അലകൾ ലാ തുഹ്സ, അത് എത്രയെന്ന് പറയാൻ പറ്റൂല. ഫുറൂഹ, അതിനാൽ കിട്ടുന്ന സാഹകളോ ലാ തുസ്തഖ്സ, അല്ലെങ്കിൽ ലാ തുസ്തഖ്സ, അതിനെ അറ്റമാക്കപ്പെടാനും കഴിയുകയില്ല. ഇതവിടെ തൻബീഹിലുള്ളത്. ഇനി ഖാത്തിമത്ത് പറയട്ടെ. തജ്രി ഖായിദത്തുൽ ഉമൂർ ബിൽ മഖാസിദിഹ, കാര്യങ്ങളൊക്കെ അതിന്റെ ഉദ്ദേശ ഫലങ്ങൾ കൊണ്ടാണെന്നല്ല പറഞ്ഞത്, ഉദ്ദേശങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞ കാര്യം നടക്കും. ഈ ഇൽമിൽ അറബിയ്യത്ത്, അറബി ജ്ഞാനത്തിൽ നടക്കും. അയ്ലൻ, വീണ്ടും എവിടെയുള്ളതുപോലെ അറബി ഭാഷയിൽ അല്ല, പിന്നെ പല നിയമങ്ങളെ മേലിൽ ഈ കാര്യം ചുറ്റിയതുപോലെയാണ്. പല അവരും ഇപ്പൊ ആദ്യം പറയട്ടെ. ആദ്യത്തേത് എന്താ? മുഅ്തബറ ദാലിക ബിൽ കലാമി, അത് കലാമിൽ പരിഗണിക്കപ്പെടുന്ന ഒന്നാണ്. ഫഖാല സീബവൈഹി വൽ ജുംഹൂർ, സീബവൈയും ജുംഹൂറും പറയുന്നു ബിസ്തിറാത്തിൽ ഖസ്ദി ഫീഹി, കലാമിൽ എന്ത് വേണം? കരുത്ത് വേണം, ഷർത്താണെന്ന് പറഞ്ഞത്. ഫലാ യുസമ്മ കലാമൻ, അങ്ങനെ കരുത്ത് ഷർത്താന്ന് വന്നാൽ കലാമെന്ന് പറയപ്പെടാൻ പറ്റൂലല്ലോ. ഒന്നിനെ
നതക ബിഹിൻ നായിമു വസായി, ഉറങ്ങിയാളെന്തോ സംസാരിക്കുന്നുണ്ട്, അതുപോലെ മറന്ന് സംസാരിക്കുന്നുണ്ട്. ഈ രണ്ടിടത്തും കരുത്തില്ലല്ലോ. കരുത്തില്ലാതിരിക്കുമ്പോൾ ആ സംസാരം എന്തല്ല, കലാം എന്ന് പറയാൻ പറ്റൂല. പിന്നെ തഹക്കീഖിൽ ഹയവാനാത്തുൽ മുഅല്ലമത്തു, തത്ത, മൈനാക്കിളി ഇങ്ങനെ പോലെയുള്ള പക്ഷികളുണ്ട് ഭാഷ സംസാരിക്കുന്നത്, ഖുർആൻ ഓതുന്നത്, അതൊന്നും എന്തല്ല കലാം എന്ന് പറയാൻ പറ്റുകയില്ല എന്നാണ്. കാരണം ആ ജീവികൾക്ക് ഖസ്തില്ലല്ലോ. ഇങ്ങനെയാണ് സീബവഹിയുടെയും ജുംഹൂറിന്റെയും അഭിപ്രായം. ഹസ്ദ് പാടുന്നതിന് കലാമാകൊണ്ടുന്ന ഖാലബഹും ഇവര് പറഞ്ഞതിനോട് ചില ആൾക്കാർ എതിരായിട്ടുണ്ട്. ഫലം യസ്തരിത്തുഹു, അവരതിനെ സർത്താക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ വരുമ്പോ സുമ്മിയ കുല്ലു ദാലിക കലാമൻ, ഈ അഭിപ്രായ പ്രകാരം ആരെന്ത് പറഞ്ഞാലൊക്കെ കലാമാന്ന് പറയാം. തത്ത പറഞ്ഞാലും പൂച്ച പറഞ്ഞാലും ഉറങ്ങിയവൻ പറഞ്ഞാലും ഉണർന്നവൻ പറഞ്ഞാലും കലാമെന്ന് പറയാം. മുഖ്താറു അബു ഹയ്യാൻ, അബു ഹയ്യാൻ തങ്ങൾ ഈ പറഞ്ഞതിനെ മുഖ്താറാക്കുകയും ചെയ്തിട്ടുമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ സംഗതിയുടെ മേലിൽ ഫിഖിലൊരു മസ്അല പിരിഞ്ഞുണ്ടായിട്ടുണ്ട്. അതേതാണ്? മാ ഇദാ ഹലഫ, സത്യം ചെയ്ത ഒരാള്, ലാ യുകല്ലിമുഹു, അവനോട് മിണ്ടൂലാന്ന് സത്യം ചെയ്തു. അങ്ങനെ ഇപ്പൊ കല്ലമഹു നായിമൻ, ഉറങ്ങിയവനായ നിലയിൽ അവൻ സംസാരിക്കുകയും ചെയ്തു. ആ മുഅ്മാലേഹി, അല്ലെങ്കിൽ ബോധക്ഷമുള്ളവനായിട്ട് എന്തായി സംസാരിച്ചു. ഫഇന്നഹു ലാ യഹ്നസു, അവൻ സത്യത്തിൽ വെച്ചവനാവില്ല, അവനോട് മിണ്ടൂലാതെ വന്നു. ഇത് സത്യം ചെയ്തു, അവിടെ കസ്ത് വേണമല്ലോ. അങ്ങനെ വെക്കുമ്പോ ഫിഖ് മസ്അല പ്രകാരം എന്താണ്, അവിടെ കസ്തില്ല. ഉറങ്ങിക്കൊണ്ട് സംസാരിച്ചവരാണ്, മറന്ന് സംസാരിച്ചു, അല്ലെങ്കിൽ മുഅ്മാനായിട്ട് സംസാരിച്ചു. എന്നാ സംസാരിക്കൂല എന്ന് സത്യം ചെയ്താൽ ഫഅൽ ഇല്ല എന്നത് ഇമാം റാഫി തങ്ങൾ അങ്ങനെ ഉറപ്പിച്ചു വന്നതുപോലെയാണ്. ഖാല, ഇമാം റാഫി തങ്ങൾ പറയുന്നു, വൈൻ കല്ലമഹു മജ്നൂനൻ, ഭ്രാന്തനായിട്ട് അവരോട് സംസാരിച്ചാലോ, ഉറങ്ങിയിട്ടില്ല, ബോധക്ഷയമല്ല, ഭ്രാന്താണ്, അങ്ങനെ സംസാരിച്ചാൽ ഫബീ ഖിലാഫൻ, അതിനെക്കുറിച്ച് അഭിപ്രായമുണ്ട്. വല്ലാഹിറു, അവിടെ വ്യക്തമായി വരുന്നത് തഖ്രീജുഹു അലൽ ജാഹിലി വനഹ്വിഹി, ഈ സംഗതിയെ ജാഹിലി, വിവരമില്ലാത്തവൻ, അതുപോലത്തവന്റെ മേൽ പുറപ്പെടുവിക്കലാണ് ലാഹിർ. അങ്ങനെ അവനൊന്നും പറയാനില്ല. ഇനി വൈകാന സക്രാന, ഈ രീതിയിലല്ല. അപ്പൊ ജാഹിലും ബാലനാണെങ്കിൽ പേക്കൂലെന്നല്ലോ. മസ്തായിക്കൊണ്ട് സംസാരിച്ചാലോ, കള്ളുടിച്ചാടിയാണ് സംസാരിച്ചത്. അപ്പൊ സംസാരിക്കൂല എന്ന് പറഞ്ഞു സത്യം ചെയ്തിരുന്നു, പക്ഷേ മതോന്മത്തനായി സംസാരിച്ചു. ഹനസ എന്നോ സത്യത്തിൽ പേച്ചു. പിന്നെ അസഖ് പ്രകാരം അങ്ങനെയാണ് സത്യത്തിൽ പേച്ചു എന്ന്. ഇല്ല ഇതെന്താ ഇലസുക്കരി താഫി, അങ്ങേ അറ്റത്തെ മസ്താവൽ അവരായിട്ടില്ലെങ്കിൽ ഒഴികെ. അങ്ങറ്റെത്തിക്കണെങ്കിൽ പേക്കൂലെന്നാണ്, അങ്ങറ്റെത്തിയിൽ തുറക്കിക്കായിട്ടുള്ളൂ എന്നാ പേക്കുന്നതാണ്. അത് ഈ ഇബാറത്തുഹു, ഇങ്ങനെയാണ് ഇമാം റാബി തങ്ങളുടെ ഇബാറത്ത്. ഇനി വലോ കറഹയവാനും, ഒരു ജീവി ഓതി, ഒരു തത്താന്ന് വെച്ചോളി, അല്ലെങ്കിൽ കിളി, ആയത്തെ സജദത്തിൻ, സജദാന്റെ ആയത്ത് ഓതി, അതിനാ സൂറത്ത് ആ ആയത്ത് പഠിപ്പിച്ചു കൊടുത്തു, അതാണ് ഓതി. എന്താ അല ആൽ അസ്നബിയോ, ഇമാം അസ്നബി തങ്ങൾ പറയുന്നു, ഫ കലാമുൽ അസ്ഹാബി, അവിടെ അസ്ഹാബിന്റെ കലാമ് മുസ്ഇറുൻ അറിയിക്കുന്നത് ബി അദ്മി ഇസ്തിഹ്ബാബി സുജൂദി ലിഖിറാഅതിഹി, മനുഷ്യനല്ലാത്ത ജീവി ഖുർആൻ ഓതി സജദാൽ ആയത്ത് ഓതിയത് കൊണ്ട് അത് സുജൂദ് ചെയ്യൽ സുന്നത്തില്ല എന്നാണ് അസ്ഹാബിന്റെ കലാം അറിയിക്കുന്നത് എന്ന് അസ്നബി ഇമാം പറയുന്നു. വലി ഖിറാഅത്തിൻ നായിമി വസ്സാഹി അയ്ളൻ, ഉറങ്ങിയവനോ മറന്നവനോ സജദാൽ ആയത്ത് ഓതി, അതിനു വേണ്ടിയും എന്ത് വേണ്ട, സുജൂദ് ചെയ്യേണ്ടതില്ല, സുന്നത്തില്ല എന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒമിന്താലിക്ക, അങ്ങനെ ആ വിഷയത്തിൽപ്പെട്ടത് തന്നെയാണ് അൽ മുനാദ നക്കിറ. മുനാദ നക്കിറ നദീറിൽപ്പെട്ടതാണല്ലോ. ഞാൻ കായ്ത് നോക്കുക. ഇൻ ഖസദ നിദാഅ വാഹിദൻ,
ബി ഐനിഹി, സയ്യിദ് എന്ന് പറയുന്ന വ്യക്തിനെ വിളിക്കാൻ ഉദ്ദേശിച്ചു, അവരെ തന്നെ വിളിക്കാൻ ഉദ്ദേശിച്ചു. അങ്ങനെ കരുതിയിട്ട് എന്ത് ചെയ്തു? അങ്ങനെ ഒരു വ്യക്തിയെ തന്നെ വിളിക്കണമെന്നാണ് കരുതിയത് എങ്കിൽ എന്നാ പിന്നെന്താവുന്ന അറിയാമത്തോ എറഫു, എന്നാ പിന്നെ മുനാദ മാരിഫയാവും. മുനാദ നക്കിറ മാരിഫയായിട്ട് മാറും. വജബ ബിനാഹു, അങ്ങനെ വരുമ്പോൾ ആ മുനാദയെ മബ്നിയാക്കി നിർബന്ധമാവും ചെയ്തു അലല്ലമ്മി നമ്മിന്റെ മേലെ. അപ്പൊ യാ റജുൽ എന്ന് പറയുമ്പോൾ നക്കിറയായ മുനാദിയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയാണ്. എന്നാണ് മുനാദ ഉറത് മാരിഫയാവും. അപ്പൊ നമ്മിന്റെ മേലെ മബ്നിയാക്കണം. വൈലം യഖ്സുദ്, ഒന്നും കരുതിയില്ല, ഒരു വ്യക്തിയെ വിളിക്കുന്നത് കരുതിയിട്ടേ ഇല്ല, നാലങ്ങത്തെ അറബ് അത് മാരിഫയാവില്ല. അങ്ങനെ വരുമ്പോ ഒഴിബ എന്ന മുനാദക്ക് അവിടെ നെസ്ബ് കൊണ്ടെന്ത് ചെയ്യും? ഇറാബ് ചെയ്യപ്പെടും. ഇങ്ങനെയാണ്. അതെന്താലേക്ക ആ നദീറിൽ വിടുന്നതാണ് അന്നൽ മുനാദ അൽ മുനവ്വന ലിളറൂറത്തി, പ്രയാസം അനുഭവിക്കുമ്പോൾ തെൻവീൻ ചെയ്തുകൊണ്ട് വിളിക്കപ്പെടുന്ന ഒരു മുനാദയുണ്ട്. അത് വരുമ്പോ യജു തെൻവീനുഹു, എന്നാ മുനാദയായ ഇസ്മിന് തെൻവീൻ ചെയ്യാൻ പറ്റും. ബിൻ നസ്ബി വല്ലമ്മി, നസ്ബ് കൊണ്ട് തെൻവീൻ ചെയ്യാം, ലമ്മ് കൊണ്ടും തെൻവീൻ ചെയ്ത് പറയാൻ പറ്റും. ലറൂറത്തിലാണ് മുനാദ ഇസ്മിന് പത്തിന്റെ മേലെയോ അല്ലെങ്കിൽ ലമ്മിന്റെ മേലോ അവരാക്കണം. പക്ഷെ തെൻവീൻ കൊടുക്കുന്നത് ലറൂറത്തിന് വേണ്ടിയാണ്. അങ്ങനെ വരുമ്പോ നസ്ബ് കൊടുത്ത് തെൻവീൻ ചെയ്യാം, ലമ്മ് കൊടുത്ത് തെൻവീൻ ചെയ്യാം. ഇനിയിപ്പോ ഈ നവ്വന ബിൽ ലമ്മി, ലമ്മ് കൊടുത്തിട്ടാണ് മുനാദിയായിരിക്കുന്ന ഇസ്മിനെ തെൻവീൻ ചെയ്ത് പറയുന്നത് എങ്കിൽ ജാദ ലമ്മുനഅ്തിഹി എന്ന അതിന് സിഫത്തായിട്ട് വരുന്ന ആ സിഫത്തിന് ലമ്മ് ചെയ്യാൻ പറ്റും. മന്നൂത്തിന് അതാണല്ലോ. നെസ്ബുഹു, നെസ്ബും ചെയ്യാൻ പറ്റും. മഹല്ല നെസ്ബാണല്ലോ. അങ്ങനെ നോക്കിയിട്ട് അവിൻ നെസ്ബി, ഇനി നെസ്ബ് കൊണ്ട് തെൻവീൻ ചെയ്തിട്ടാണ് എങ്കിലോ തഅയ്യന നെസ്ബു, എന്നാ സിഫത്ത് നെസ്ബേ ചെയ്യാവോ. കാരണം എന്തായാലും അന്നവും നിശ്ചയമായിട്ടും ആ നഅത്ത് സാബിഉല്ലി മൻസൂബ് ലഫ്ളൻ വ മഹല്ലൻ, മഹല്ല് നോക്കിയാലും ലഫ്ള് നോക്കിയാലും നെസ്ബ് ചെയ്യപ്പെട്ട മുനാദയോട് താബിയായിട്ട് വരുന്നതാണല്ലോ. അപ്പൊ നെസ്ബേ പറ്റുള്ളൂ. ഇപ്പൊ ഇന്നവ്വന മഖ്സൂർ, വഇന്നുവ്വിന മഖ്സൂർ, ഇനി മഖ്സൂറയായിരിക്കുന്ന ഇസ്മിനെ നിദ ചെയ്ത് തെൻവീൻ ചെയ്യപ്പെട്ടാലോ യാ ഫതൻ എന്ന് പറഞ്ഞു. എന്നാ എന്താ ചെയ്യാ? എന്നാ ബുനിയൻ നഅ്തു, നഅ്തിനെ മബ്നിയാക്കപ്പെടുന്നതാണ് അലാമ നുവിയബിൽ മുനാദ, മുനാദിയിൽ എന്താണോ കരുതപ്പെട്ടതെങ്കിൽ അതനുസരിച്ചുകൊണ്ട് നഅ്തിനെ മബ്നിയാക്കാം. അങ്ങനെ വരുമ്പോൾ വഇന്നുവിയ ഫീ ലമ്മു, മുനാദിയായിരിക്കുന്ന ഇസ്മിൽ ലമ്മാണ് കരുതപ്പെടുന്നത് എങ്കിൽ ജാസൽ അംറാനി, നെസ്ബും അവ ലമ്മും നെസ്ബും രണ്ടു കാര്യം ജായിസാണ്. ഇനി അവിൻ നെസ്ബു, നെസ്ബാണ് കരുതപ്പെട്ടതെങ്കിലോ തഅയ്യന, അവന് നെസ്ബ് തന്നെ പറ്റുകയുള്ളൂ നഅ്തില്. ആദിയിൽ മസ്അലത്ത, ഈ മസ്അല പറഞ്ഞിട്ടുണ്ട് അബു ഹയ്യാൻ എന്നവർ തന്റെ കിതാബിഹി അൽ ഇർതിഷാഖ് വ സർഹ് തസ്ഹീഹ് എന്ന് രണ്ട് കിതാബുണ്ട്. ആർക്ക്? അബു ഹയ്യാൻ തങ്ങൾക്ക്. ആ രണ്ട് കിതാബ് മറിച്ച് നോക്കിയാൽ കാണും ഈ മസ്അല. അതേ നദീറിൽപ്പെട്ടത് തന്നെയാണ്. ഖാലു, നഹവിയാക്കൾ പറയുന്നു മാ ജാദ ഇറാബുഹു ബയാനൻ ജാദ ഇറാബുഹു ബദലൻ എന്ന് കാണാം. അത്തുബയാനായിക്കൊണ്ട് ഇറാബ് ചെയ്യാൻ പറ്റുന്ന ഇസ്മിനെ ബദലാക്കിക്കൊണ്ട് ഇറാബ് ചെയ്യാൻ പറ്റും. എന്നാൽ വഖദ് സുസ്കില, ഈ പറഞ്ഞ വാക്ക് സംശയത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ബി അന്നൽ ബദല, നിശ്ചയമായിട്ടും പകരമാക്കുക എന്നുള്ളത് ഫീ നീയത്തിൻ, നീയത്തിൽ പകരമാക്കുന്നത് സുഖൂത്തുൽ അവ്വലി, ആദ്യത്തിനെ കളയലാണല്ലോ. ബദലാക്ക എന്ന് പറഞ്ഞാൽ ആദ്യത്തിനെ കളഞ്ഞിട്ട് കൊണ്ടുവരലാണല്ലോ. അതാണല്ലോ നീയത്തിൽ കരുത്തിലുണ്ടാവുക. വൽ ബയാനു, ബയാൻ എന്ന് പറഞ്ഞത് ഖിലാഫിഹി, ആദ്യത്തിനെ കളയാതെ അതിനെ ബയാൻ ചെയ്ത് കൊണ്ടുവരലാണല്ലോ. അപ്പൊ രണ്ടും രണ്ട് വ്യത്യാസമുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ഒരേ തെർക്കീവായി വന്ന കലിമത്തിൽ എന്ത് ചെയ്യുക? ആ ബയാനെ കളയുക എന്ന് കരുതലും
അതുപോലെ തന്നെ നീയത്ത് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നീയത്ത് ഉണ്ടാവുക, അതായത് കളയലിനെ കരുതുക അല്ലെങ്കിൽ കളയലിനെ കരുതാതിരിക്കുക. ഇത് എങ്ങനെ ഒറ്റ കലിമത്തിൽ വരിക? അത് ബുദ്ധിമുട്ടാണല്ലോ എന്നാണ്. അങ്ങനെ വന്നപ്പോ അജാബ റിവദ്ദീൻ അശ്ശാത്തബിയും റിവദ്ദീൻ ഷാത്തബി തങ്ങൾ പറഞ്ഞു, മറുപടി കൊടുത്തു. എന്താ മറുപടി? അന്നൽ മുറാദ, അങ്ങനെ പറയുമ്പോൾ ഉദ്ദേശം അന്നഹു മബനിയുൻ അലാ ഖസ്ദിൽ മുതകല്ലിമി, സംസാരിക്കുന്ന ആള് കരുത്തെന്താണോ അതിന്റെ മേലിൽ മബനിയാക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ ഖസദ സുഖൂതഹു, സംസാരിക്കുന്നവൻ അതിനെ കളയലാണോ കരുതുന്നത്, ആദ്യത്തിനെ കളയലാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, എന്നിട്ട് വഹിലാല താബി മഅല്ലഹു, ആദ്യത്തിനെ കളഞ്ഞിട്ട് അതിന്റെ സ്ഥാനത്ത് താബിയാട്ടി വരുന്ന സിഫത്തിനെ ഇറക്കലാണോ, എന്നാ പിന്നെ ഇറബ ബദലൻ, അവിടെ അവന് ബദലാക്കിയിട്ട് ഇറബിയാം. വൈലം യഖ്സുദു ദാലിക, ഈ പറഞ്ഞ രൂപം ഒന്നും കരുതിയിട്ടില്ലെങ്കിലോ ഇറബ ബയാനൻ, അവന്റെ ബയാനായിട്ട് ഇറാബ് ചെയ്യുക. ഇതാണ് പറയാനുള്ളത്. അവൻ ദാലിക, അതേ രീതിയിൽപ്പെടാം അൽ അലമുൽ മങ്കൂൽ മിൻ സിഫത്തിൻ, സിഫത്തായിരുന്നു ആദ്യം, അതിന് മാറ്റിയിട്ട് എന്താക്കി നീക്കം ചെയ്ത് അലമാക്കി, ആ ഒരു ഇതുപോലെ നൽകപ്പെട്ടതാ. അപ്പൊ ഈ കുസിത ബിഹി, ആ അലം കൊണ്ട് കരുതപ്പെടുകയാണ്. എന്ത് കരുതി? ലംഹു സിഫത്തിൽ മങ്കൂലി മിൻഹ, ഏത് സിഫത്തിൽ നിന്നാണോ അല്ല ആ സിഫത്തിൽ നിന്ന് നക്കൽ ചെയ്യപ്പെട്ട സിഫത്തിനെ വ്യക്തമാക്കുക എന്നതാണ് ഈ അലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, എന്നാ പിന്നെ ഉദ്ഖില ഫീ അൽ, അങ്ങനെ വരുമ്പോ അലിഫ് അതിൽ കടക്കും. അലമിന് കടക്കുമ്പോൾ മാരിഫായി, അപ്പൊ അലമിന് അലിഫിലാവിന്റെ ആവശ്യമല്ലല്ലോ. എന്നാൽ സിഫത്തിന് നീക്കുമ്പോഴപ്പെട്ട സിഫത്തിനെ ശരികരിക്കലാണെന്ന് കരുത്തു വരികയും അലിഫിലാവിനെ കടത്താം. വയില്ല, അങ്ങനെ സിഫത്തിനെ വെളിവാക്കുന്നു എന്ന് കരുതിയിട്ടില്ലെങ്കിൽ വരാൻ പറ്റൂല. അപ്പൊ പൂർവ്വതാലിക ഗസീറത്ത്, ഇങ്ങനെ ചിന്തിച്ചെടുത്താൽ ഇതിന്റെ ശാഖകളായിട്ട് ഇത് അധികമുണ്ട്. ബൽ എന്നല്ല അക്സറു മസായിൽ ഇൽമിൻ നഹ്വി, നഹ്വ് ഇൽമുൻ നഹ്വിന്റെ അധിക മസ്അലകളും മബ്നിയത്തുൻ അൽ ഖസ്ദി, എന്താണ് ഉദ്ദേശം അതനുസരിച്ചെടുക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും നടക്കും. ആദ്യ കായികത്വം നമ്മളിവിടെ ചർച്ച ചെയ്ത ഏതെല്ലാം കാര്യങ്ങൾ അതിന്റെ ഉദ്ദേശം പോലെയാണെന്നല്ല പറഞ്ഞു. അത് ഫിഖീലുണ്ട്, അറബിയിലുണ്ട്, നഹ്വിലുണ്ട്, ഫിൽ അറൂദി, ഗാനത്തിന്റെ നിയമങ്ങളിലും വരുന്നുണ്ട്. കാരണം നിശ്ചയമായിട്ട് ഗാനം, ഈ പാട്ടുകാരുടെ അടുക്കൽ ഗാനം കലാമും മൗസൂനും മഖ്സൂദും ബിഹി ദാലിക, ഘടനയൊത്ത് ആശയമൊത്ത് രീതിയൊത്ത് വരുന്ന ഉദ്ദേശിക്കപ്പെടുന്ന വചനമാണ് പാട്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ അമ്മാമായക്കോ മൗസൂനൻ ഇത്തിഫാഖൻ, ഒരാൾ കവിയല്ല, ആൾ എഴുതി പാട്ട് എഴുതി വെക്കുമ്പോ അങ്ങനെ ഒത്തു വന്നു, ഘടനയ്ക്ക് ഒത്തിട്ട് അങ്ങനെ വരുന്ന ഒന്ന്. ലാൻ ഖസ്ദിമിന് മുത്തക്കല്ലിമി, അങ്ങനെ ഒത്തു വരണമെന്നതും യോജിച്ചു വരണമെന്നും നിയമങ്ങൾ യോജിച്ചു വരണമെന്നൊന്നും മുത്തക്കല്ലിമി കരുതിയിട്ടില്ല. കരുതാതെ അങ്ങനെ യോജിച്ചു വന്നു. ഇങ്ങനെ വരുമ്പോൾ ഷീറൻ, അതിന് പാട്ടെന്ന് പറയില്ല. അപ്പൊ അലാദാലിക്ക, ഈ പറഞ്ഞതിന്റെ മേലിൽ ഖറജ മാ വഖാബി കലാമില്ലാഹി തആല, അള്ളാന്റെ കലാമിൽ സംഭവിച്ച ഒന്നിനെ ഇതിന്റെ മേലെന്താ ഖുർരിജ പുറപ്പെടുവിക്കപ്പെടാം. ഇപ്പൊ ഖൗലിഹി തആല, അള്ളാന്റെ വാക്കുപോലെ ലം തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, അത് ഘടന ഒത്തിട്ടുണ്ട്. ലം തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, വാസ്തവത്തിൽ അല്ലാഹു തആല അങ്ങനെ ഘടന ഒപ്പിച്ചുകൊണ്ട് ഒരു പാട്ടാക്കി ഉദ്ദേശിക്കുമ്പോ ഇല്ല, ഒരു ഖുർആനിക വചനാണ്. അപ്പൊ ഇതിനെന്ത് പറയാൻ പറ്റില്ല, പാട്ടെന്ന് പറയാൻ പറ്റൂല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ നബിതങ്ങളുടെ കലാമിൽ സംഭവിച്ചതും ഇതുപോലെ പറയാം, പാട്ടെന്ന് പറയൂല. ഖൗലിഹി അൽഹംദുലില്ലാ വസ്ബുഇ ദൂമീത ഫീ സബീലില്ലാഹി മാ ലഖീത, അൽഹംദുലില്ലാ വസ്ബുഉ ദൂമീത ഫീ സബീലില്ലാഹി മാ ലഖീത. രക്തങ്ങൾ വാർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന വിരലുകളല്ലാതെ അല്ലല്ലോ നീ അള്ളാന്റെ മാർഗത്തിൽ നീ കണ്ടെത്തി സഹായിക്കുന്ന ഒന്നുമില്ല.
ഇതിപ്പോ പാട്ടായി കിടന്നേ ഒന്നും വന്നിട്ടൊന്നുമില്ല. പാട്ട് രീതിയിൽ അയക്കണമെങ്കിലും അല്ലെങ്കിൽ പാട്ടായി കരുതി പാടിയൊന്നുമല്ല. അപ്പൊ കരുത്ത് പ്രകാരം വരുമ്പോൾ എങ്ങനെയൊക്കെ ആവുകയുള്ളൂ. ഇനി രണ്ടാം ഒരു കാര്യം കഴിഞ്ഞു. ഇനി രണ്ടാം കാര്യമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത വേദിയിൽ നമുക്ക് കേൾക്കാം. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ.